തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 173 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 അധ്യായങ്ങൾ മലയിലെ പ്രസംഗം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം യേശു മലയിലേക്ക് കയറി അവിടെ ഇരുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഈ 3 അധ്യായങ്ങളിലുമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിൽ 6-ാം അധ്യായത്തിൽ ഈശോ 3 കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം. കാരണം ഇവ 3ഉമായിരുന്നു യഹൂദ മത അനുഷ്ഠാനത്തിൻ്റെ കേന്ദ്രമായ കാര്യങ്ങൾ. അത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇവ എങ്ങനെ ചെയ്യണം? ഇതായിരുന്നു ഈശോയുടെ പ്രബോധനത്തിൻ്റെ കാതൽ. ഈ അധ്യായത്തിൽ ധർമ്മദാനം ചെയ്യുമ്പോൾ രഹസ്യമായി ചെയ്യണം, പ്രാർത്ഥന മുറിയിൽ കയറി രഹസ്യമായി ചെയ്യണം, ഉപവാസം ആരും അറിയരുത്. ഇനി മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ആണെങ്കിൽ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. മത്തായി 6-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും 3 ഇടങ്ങളിലും അത് പറയുന്നുണ്ട്. പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഇനി അതേസമയം മത്തായി 6-ാം അധ്യായം 4-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും പറയുന്നുണ്ട്, രഹസ്യമായി ഈ 3 കാര്യങ്ങളും ചെയ്താൽ രഹസ്യം അറിയുന്ന, രഹസ്യം കാണുന്ന സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രതിഫലം ലഭിക്കുക എന്നുള്ള ആ ക്രിയാപദവും പ്രതിഫലം നൽകുക എന്ന ക്രിയാപദവും 2 വ്യത്യസ്ത ക്രിയാപദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പെഖോ എന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശംസയോടെ പ്രതിഫലം ലഭിച്ചു കഴിയുന്ന ഏർപ്പാടിനെ സൂചിപ്പിക്കാൻ അപ്പെഖോ എന്ന ക്രിയാപദവും, ദൈവം പിന്നീട് നൽകാനിരിക്കുന്ന പ്രതിഫലം അതിനെ സൂചിപ്പിക്കാൻ അപ്പോദീദോമി എന്ന ക്രിയാപദവും. നമ്മൾ ഈ എപ്പിസോഡിൽ അപ്പെഖോ എന്ന ക്രിയാപദത്തിൽ ഒന്ന് ശ്രദ്ധ ഊന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പെഖോ, ഞാനത് വായിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ 2-ാം വാക്യം, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അപ്പെഖോ എന്ന ക്രിയാപദം ഇവിടെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഇനി 5-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അവിടെയും അപ്പെഖോ. ഇനി 16-ാം വാക്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അപ്പെഖോ എന്ന ഗ്രീക്ക് ക്രിയാപദത്തിൻ്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇത് മുഖ്യമായും വ്യാപാര വ്യവസായ മേഖലയിൽ ഗ്രീക്കിൽ
ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് അപ്പെക്കോ. എന്താണ് അപ്പെക്കോയുടെ അർത്ഥം? തുക പൂർണ്ണമായും കൈപ്പറ്റിയിട്ട് അതിന് രസീത്, റെസിപ്റ്റ് എഴുതി കൊടുക്കുമല്ലോ. അങ്ങനെ റെസിപ്റ്റ് എഴുതി കൊടുക്കുന്നതിനെ, അതിനെയാണ് അപ്പെക്കോ എന്ന ക്രിയാപദത്തിലൂടെ സൂചിപ്പിച്ചിരുന്നത്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ധർമ്മദാനം ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരാലും പ്രാർത്ഥിക്കുന്നവനെന്ന് പറയപ്പെടാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു, അതുമല്ലെങ്കിൽ ഉപവസിക്കുന്നത് എല്ലാവരും കാണാൻ വേണ്ടി അതിനു പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ അവനെ പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ അവർ അവളെ പുകഴ്ത്തി പറയുന്നു. അതോടെ രസീതും കിട്ടിക്കഴിഞ്ഞു, കിട്ടാനുള്ളത് പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞു. ഈ സൂചനയാണ് അപ്പെക്കോയിൽ ഉള്ളത്. ഇനിയൊന്നും കിട്ടാനില്ല എന്ന സൂചന. ശ്രദ്ധേയമായ കാര്യം, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഈ അപ്പെക്കോ കാണുന്നുണ്ട്. മറ്റു പലയിടങ്ങളിലും കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നതിന് സമാനമായ ഒരു ആശയം അവിടെ, അതിനൊരു സാധ്യതയുണ്ട്. അത് ഞാൻ കാണിച്ചു തരികയാണ്. നോക്കൂ, 41-ാം വാക്യം, മർക്കോസ് 14:41. അവിടെ ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യര് ഉറങ്ങുന്ന സമയമാണ്. അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? എന്നിട്ട് POC ബൈബിളിൽ കാണുന്നു, മതി, മതി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം അപ്പെക്കോ എന്നതാണ്. ഇനഫ് എന്ന് പൊതുവെ പരിഭാഷപ്പെടുത്തി കാണുന്നു, ഇനഫ്. പക്ഷേ ഇതിന് മറ്റൊരു പരിഭാഷയുടെ സാധ്യതയുമുണ്ട് കേട്ടോ. അതായത് അപ്പെക്കോ ഇവിടെ ഉള്ള ക്രിയാപദം തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലറാണ്. അപ്പം അതിൻ്റെ അർത്ഥം, ഒരു സാധ്യത ഉള്ളത്, അവൻ പണം വാങ്ങിക്കഴിഞ്ഞു, അവന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ആരുടെ കാര്യമാണ്? യൂദാസ്. കാരണം തൊട്ടു പിന്നാലെ പറയുന്നത്, സമയമായിരിക്കുന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ ആ മതി എന്ന പരിഭാഷയുടെ സ്ഥാനത്ത് അവൻ പ്രതിഫലം കൈപ്പറ്റി കഴിഞ്ഞു എന്ന, അവന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന ഒരു സാധ്യത കൂടി മർക്കോസ് 14:41 ഉണ്ട്. അതും ഞാൻ ഈ അപ്പെക്കോ എന്ന ക്രിയാപദം അതുമായിട്ട് തന്നെയാണ് അവിടെ കാണുന്നുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കൂടി ഇവിടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ നിന്ന് പ്രതിഫലം വാങ്ങാൻ ശ്രമിക്കാതിരിക്കുക. നിരന്തരം ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. മറിച്ച് നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം ലഭിക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ യൂദാസിനെ പോലുള്ള ഒരു പണിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം